Good morning. Good morning. Yes. Good morning. കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും സൗണ്ട് ക്ലിയർ അല്ലേ? Okay. എന്റെ പേര് അപർണ എന്നാണ്. നമ്മള് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന 22 സ്റ്റുഡൻസ്. ഞങ്ങൾ ഒഴികെ ബാക്കി 20 പേരാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ ആയിട്ട് ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും വർക്കിംഗ് ഒക്കെ ആണോ? അല്ല വർക്കിംഗ് ആണോ? അല്ലല്ലോ, ഹൗസ് വൈഫ് അല്ലേ എല്ലാവരും? അതെ, ഹൗസ് വൈഫാണ്. അതെ, ഹൗസ് വൈഫാണ്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഒരു പ്രയർ. നിഷീത ഓൺ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിഷീത വിനോദ്. ഓക്കേടാ, ശരിയായിട്ടില്ലേ? ഓക്കെ, അപ്പോ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു പ്രയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും കൺഫ്യൂസ് ശ്രദ്ധിക്കാം കേട്ടോ. മനസ്സിൽ പ്രയർ പറഞ്ഞാൽ മതി. Bind us together, Lord, bind us together with the cord that can be broken. Bind us together, Lord, bind us together, Lord, bind us together in love. There is only one God. There is only one King. There is only one glory. That is why we sing. With pure glory of the God, purchase my His precious blood, born with the right to free. Jesus, the victory has won. Bind us together, Lord, bind us together, Lord, with the cord can be broken.
Bind us together, Lord, bind us together. Bind us together in love. Thank you. നമ്മള് മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു 3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നമ്മൾ പ്രെയർ പറയണം. നെക്സ്റ്റ് ഡേ മുതൽ നെക്സ്റ്റ് ക്ലാസ് മുതൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്. നിങ്ങൾ പ്രെയർ ഒരാൾ പറയണം, സൈൻ ഇൻ പറയണം, ആൻഡ് തോട്ട് ഓഫ് ദ ഡേ. സൈൻ ഇൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സൈൻ ഇൻ ചെയ്യാം. നമ്മളെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്ന ടീച്ചറിനെ വെൽക്കം ചെയ്തോളൂ. നിങ്ങൾക്ക് അറിയാൻ പറ്റും 2 ദിവസത്തിനുള്ള ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട്, ഒരു വീക്കിനുള്ളിൽ ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരും. അപ്പോൾ നെക്സ്റ്റ് ഡേ ഏത് ടീച്ചറാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ടീച്ചറിനെ വെൽക്കം ചെയ്യാം. നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ള കുട്ടികളെയും വെൽക്കം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ തോട്ട് ഓഫ് ദ ഡേ നമ്മൾ പറയാറുണ്ടല്ലോ, കോഡ്സ് ഉണ്ടാവുമല്ലോ. ഞാൻ പറയാം, എന്താ പറയാ, education is the most powerful weapon that can change the world. ഓക്കെ, നമുക്ക് നമ്മുടെ വേൾഡ് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള വെപ്പൺ ഏതാണ്? എഡ്യൂക്കേഷൻ ആണ്. സോ അതൊരു കോട്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ കോട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോട്ട് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താ ഞാൻ പറഞ്ഞത്, പ്രെയർ പറയണം, ദെൻ തോട്ട് ഓഫ് ദ ഡേ സൈൻ പറയണം, ദെൻ തോട്ട് ഓഫ് ദ ഡേ പറയണം. ഓക്കെ അല്ലേ? 3 കാര്യങ്ങൾ ക്ലിയർ ആണോ? നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് 3 കാര്യങ്ങൾ പറയണം. ഞാൻ വോയിസ് എല്ലാവരും മ്യൂട്ട് ആക്കിയതാണ് കേട്ടോ, ഭയങ്കര സൗണ്ട് വന്നോണ്ട്. ഇനിയിപ്പോ നമ്മള് മിസ് അത് ക്ലിയർ ആവണില്ല, സൗണ്ട് വോയിസ് ക്ലിയർ ആവുന്നില്ലേ? ഭയങ്കര എക്കോ പോലെ എന്തോ ഒരു എക്കോ ഉണ്ട്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ആക്കാൻ പറ്റുമോ? എല്ലാവരും ഒന്ന് മ്യൂട്ട് ആയി. ഇനി എക്കോ വരാണെങ്കിൽ പറയണോ കേട്ടോ. ഓക്കെ ക്ലിയർ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? പ്രെയർ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രെയർ പറയണം, സൈൻ വേണം, തോട്ട് ഓഫ് ദ ഡേ വേണം. ഇത് 3 ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ക്ലാസ് നമ്മുടെ ക്ലാസ് ഒരു 2-way കമ്മ്യൂണിക്കേഷൻ പോലെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ക്ലാസ് ലെക്ചർ ക്ലാസ് ഫുള്ളും പറയുമ്പോൾ നിങ്ങളത് കേട്ടിരിക്കുക എന്നല്ല, 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ ടോപ്പിക് എടുക്കുമ്പോൾ ആ ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും എനിക്കറിയുന്ന കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ആ പോർഷൻ കവർ ചെയ്യുന്നു, നെക്സ്റ്റ് പോർഷനിലേക്ക് പോകുന്നു. 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അപ്പോ നമ്മൾ ഈ ടൈം നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന 1 അവറിനുള്ളത് നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിച്ച് ക്ലാസ്സിൽ തന്നെ പോകാനായിട്ട് ശ്രമിക്കാം. പിന്നെ എന്താണ്, നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ചാപ്റ്റർ കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് തരും. മിനിമം ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും മോക്ക് ടെസ്റ്റിൽ ഉണ്ടാവും. നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റ് ഒക്കെ എന്ത് ചെയ്യാം, നമ്മളെ ചാപ്റ്റർ വൈസ് പഠിച്ചിട്ട് 2-3 പ്രാവശ്യം ഫെയിൽ ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ആ ടീച്ചറിനോട് തന്നെ ചോദിക്കാം. പിന്നെ ഓക്കെ, ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ടാലോ? നിങ്ങൾ പരിചയപ്പെടുമ്പോ പേര് പറയാം, എവിടെന്നാ വരണേന്ന് പറയാം, സ്ഥലം പറയാം, ദെൻ എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ, ഓരോരുത്തരായിട്ട് പരിചയപ്പെടണം കേട്ടോ. ഞാൻ വിളിക്കണോ? അതാ നല്ലത് മിസ്സേ. ഞാൻ എന്റെ പേര് അസീന എന്നാണ്. ഇടുക്കിയിൽ നിന്നാണ്. BSc സുവോളജി. എന്റെ പേര് ടെസി എന്നാണ്. എന്റെ വീട് ചാർപ്പില്. ഞാൻ BSc ബോട്ടണി പഠിച്ചതാണ്. ഓക്കേടാ. ഓക്കെ, ഞാൻ വിളിക്കാം. സഞ്ജന. 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 സജന. സഞ്ജന, ഓക്കെ. ആരുടെയാണ്? ഓക്കെ, ക്വാളിഫിക്കേഷൻ എന്താണ്? ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ഡിഗ്രി ഏതിലായിരുന്നു? BA ഹിന്ദി. ഓക്കേടാ, ഹിന്ദി ടീച്ചറാണ്. ഹിന്ദിയാണ്. ഓക്കെ,
നെക്സ്റ്റ് ജിതിൻ. ജിതിൻ എന്നാണ് ഞാൻ പിൻ ചെയ്യാത്ത ആള്. ഭാവിക്കുണ്ടല്ലോ കൂടെ. പേരെന്താണ്? ഹായ്. എന്താ പേര്? സ്നേഹ. ഓക്കെ. എന്താ ക്വാളിഫിക്കേഷൻ? കേൾക്കുന്നില്ലടാ. ഓക്കേടാ. എവിടെന്നാ വരുന്നേ? കേരള. കണ്ണൂര്. ഓക്കെ ഓക്കെ ഓക്കേടാ, മനസ്സിലായിട്ടാ. നെക്സ്റ്റ് ആരാണ്? ദേവു. ഞാൻ ദേവു വി രാജ് എന്നാണ് ഞാൻ പിൻ ചെയ്യാം. ഓക്കെ. ഒരു പേരെന്താണ്? ഓക്കെ. ഓരോരുത്തർ പരിചയപ്പെട്ടോ. എന്റെ പേര് ലൗലി ഡിഗോൾ. ഞാൻ +2 പാസ്ഡ് ആണ്. എനിക്ക് ഇത്ര ഏജ് ഉണ്ട്. ഗ്രാൻഡ് ചൈൽഡ് ഒക്കെ ഉണ്ട്. ഞാൻ നോർത്ത് പറവൂര് തന്നെയാണ്. എന്റെ പേര് ആഫില. മലപ്പുറം ഡിസ്ട്രിക്റ്റ് എരമംഗലം എന്ന സ്ഥലത്ത് നിന്നാണ്. +2 ക്വാളിഫിക്കേഷൻ. എന്റെ പേര് മിഷ പ്രശാന്ത്. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് മാളയെന്നാണ്. എന്റെ ക്വാളിഫിക്കേഷൻ ബികോം. എന്റെ പേര് സൗമ്യ. എന്റെ വീട് മുനമ്പത്ത്. ക്വാളിഫിക്കേഷൻ SSLC. എന്റെ പേര് ഷൊർണൂരാണ്. എന്റെ ക്വാളിഫിക്കേഷൻ 10th +2 ഉണ്ട്. എന്റെ പേര് ആര്യ എന്നാണ്. ഞാൻ കോട്ടയത്ത് നിന്നാ. ക്വാളിഫിക്കേഷൻ പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ആണ്. പിന്നെ ഇത് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. നമുക്ക് വർക്ക് ചെയ്യാൻ പ്ലാസ്റ്റിക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ പേര് അശ്വതി. ഞാൻ ഇപ്പൊ ദുബായിലാണ്. നാട്ടിലെ BTech ആണ് ക്വാളിഫിക്കേഷൻ. ഗൂഗിൾ മീറ്റാ. എടാ ഒന്ന് നീക്കടാ. മോന്റെ പേരെന്താ? ദേവു തന്നെയാ? 1 minute കേട്ടോ. ഓക്കെ. ഒരു മേരി ഗീതു അല്ലേ? ഓക്കെ. ഒരാൾ സംസാരിക്കുമ്പോ ഒരാൾ മ്യൂട്ട് ഓൺ ആക്കിയിട്ട് സംസാരിക്കാം. ഓക്കെ. മേരി ഗീതു. ഗീതു എന്ന പേര്? എന്റെ പേര് മേരി ഗീതു. ഞാൻ നെട്ടൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പിന്നെ സർവേയും ചെയ്തിട്ടുണ്ട്. എന്റെ പേര് റസിയ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. BA എക്കണോമിക്സ് ആണ് ക്വാളിഫിക്കേഷൻ. ഓക്കെ. ഇനി ദേവി. എന്റെ പേര് ദേവി എന്നാണ്. +2 ക്വാളിഫിക്കേഷൻ ഉണ്ട്. എവിടെയാണ് സ്ഥലം? വയനാടാണ്. വയനാട്. ഓക്കെ. ദേവി മോനിക്ക് മുമ്പ് ജോയിൻ ചെയ്തിട്ടുണ്ടോ?
എങ്ങനെ? അല്ല ഓക്കെ ഓക്കെ. ഇല്ല, നമ്മളുടെ ബാച്ചിലേക്ക് മുമ്പ് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോന്നാ? അല്ല, നമ്മുടെ നമ്മുടെ എനിക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല ഇല്ല അതേട്ടാ. ഇല്ല, വയനാട്ടിൽ ഒരു ബസ് ഉണ്ടായിരുന്നേ, ചോദിച്ചത് അതേപോലെ. ഓക്കെ. എന്റെ പേര് രേണു. രേണു ഞാൻ ചെങ്ങന്നൂര്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് മലയാളമാണ്. ഓക്കെ. അപ്പൊ ബാക്കി എല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ. ഹലോ, എൻ്റെ പേര് നിഷീത. ഞാന് എൻ്റെ സ്ഥലം നിലമ്പൂര് കാളികാവ് എന്നിടത്താണ്. എൻ്റെ ക്വാളിഫിക്കേഷൻ +2. നിങ്ങളെല്ലാവരും ഈ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് തന്നെയായിരിക്കുമല്ലോ ജോയിൻ ചെയ്തിരിക്കുന്നത്, അല്ലേ? ക്വാളിഫിക്കേഷൻ ഓക്കേടാ. ഓക്കെ. എന്റെ പേര് മറിയമ്മ. ഞാൻ വരുന്നത് കാസർഗോഡ്. ക്വാളിഫിക്കേഷൻ 10th. ഓക്കേടാ. മാം, എൻ്റെ പേര് അഞ്ജിമ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ആർക്കിടെക്ചർ ഡിപ്ലോമ കഴിഞ്ഞതാണ്. എൻ്റെ പേര് റേച്ചൽ. ഞാൻ പാലക്കാട് മണ്ണാർക്കാടുള്ള SSLC ക്വാളിഫിക്കേഷൻ. സൗണ്ട് ഇല്ലാടാ. ഓക്കേടാ. ഇനി ആരെങ്കിലും പരിചയപ്പെടാനുണ്ടോ? ഓക്കെ. ഇപ്പൊ ചിലപ്പോ കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ എന്റെ ഓർമ്മയിൽ ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവരും ഫോട്ടോ ഒക്കെ കണ്ടൊരു മിക്കവരുടെ പേര് ഓർമ്മയുണ്ടാവും. ഇനി ബാക്കിയുള്ള നമുക്ക് ക്ലാസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ പറയുമ്പോഴും സൈൻ ഇൻ പറയുന്ന സമയത്ത് പ്രയർ പറയുന്നത് ആരാന്ന് ചോദിക്കുമ്പോ അപ്പൊ അങ്ങനെ നമുക്ക് അവരുടെ പേര് പഠിച്ചെടുക്കാം. അപ്പൊ ആദ്യത്തെ ഒരു മാസം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും പേര് വിളിച്ച് കാര്യങ്ങൾ പറയാനായിട്ട്. അത് കഴിയുമ്പോ നോർമലി നമ്മൾ തമ്മിൽ പേരുകൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. പേര് കൊടുത്ത് ഫെമിലിയർ ആവും. ഓക്കെ. M4 മാഡ്നസോ? ലവ്ലി. സോറി അല്ല. ഓക്കെ. മ്യൂട്ട് ആയിക്കോട്ടെ. നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ മാത്രം മ്യൂട്ട് ഓൺ ചെയ്താൽ മതി. കാരണം എന്താണെന്നാ ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കില്ല. അതേപോലെ തന്നെ നിങ്ങൾ മ്യൂട്ട് ഓൺ ആക്കുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും. ഞാൻ വിചാരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും പറയാൻ പോവുകയാണെന്നാണ്. ഓക്കെ. അപ്പോ നമ്മുടെ ഗ്രൂപ്പില് എന്താ പറയാ, നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികളുണ്ട്. അതേപോലെ തന്നെ ഡിപ്ലോമ ലെവലുള്ള കുട്ടികളും ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്ന് അറിയാലോ എല്ലാവർക്കും. നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. അപ്പോൾ മാക്സിമം ഇംഗ്ലീഷിലും മലയാളത്തിലും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കാം പോർഷൻസ് ഒക്കെ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻസ് തന്നെയാണ്. കുറച്ച് നിങ്ങൾ ഇരുന്നൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് പോകും. ഓക്കെ. ബാക്കി ഇപ്പോ നോട്ട്സ് എക്സ്ട്രാ നോട്ട് ഒക്കെ ആണെങ്കിൽ തന്നെ ഞാൻ ടൈപ്പ് ചെയ്തായിരിക്കും. അപ്പൊ നിങ്ങൾ ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ലെക്ചർ നോട്ട് പോലെ എഴുതിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. എക്കോ വരുന്നുണ്ട്, ക്ലിയർ ആവില്ല കേട്ടോ. ആണോ? എക്കോ വരുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടാ. ഓക്കെ. ഇനി ആരെങ്കിലും, ഞാനിപ്പോ എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഓൾ മ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഓൾ മ്യൂട്ട് കൊടുത്തില്ലെങ്കിൽ ഞാൻ പറയണത് ക്ലിയർ ആവില്ല. ഇപ്പൊ ക്ലിയർ ആണോ? തമ്പ് ഇട്ടാ മതി. ഞാൻ ചോദിക്കണേന് ഇപ്പം നിങ്ങൾക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ തമ്പ്
ഇട്ടാൽ മതി. അപ്പൊ ക്ലിയർ ആണെന്ന് ഞാൻ മനസ്സിലാക്കിക്കോളാം. ഓക്കെ ഓക്കെ. അപ്പൊ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഫെമിലിയർ ആയിരിക്കില്ല, ഗൂഗിൾ മീറ്റ് ഒക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ക്ലാസ് എടുത്ത് പോകുമ്പോൾ ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ തന്നെ ചെയ്യാനായിട്ടുള്ളത് തരും. അതെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യണം. ഇപ്പൊ ജസ്റ്റ് നമ്മൾ പറയില്ലേ, ഒരു ക്ലാസ്സിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നമ്മളോട് ചോദിക്കുക ഒരു കുട്ടീനെ അല്ലെങ്കിൽ ആക്ഷൻ സോങ് പഠിപ്പിക്കാൻ പറയുകയാണെങ്കിൽ നമുക്കതിന് കേപ്പബിൾ ആയിരിക്കും. ഞാൻ നിങ്ങളെക്കൊണ്ട് ആക്ഷൻ സോങ്സ് ചെയ്യിപ്പിക്കും, ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കും, സെമിനാർ ചെയ്യിപ്പിക്കും. അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് നമ്മൾ ഈ ഒരു പോർഷനിൽ കവർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മോണ്ടിസോറിയിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ ബാക്കി ആരും പരിചയപ്പെടാനൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത് ഫ്രണ്ട്സ്? ഞാൻ കാണിച്ചു മ്യൂട്ട് ഓൺ ആക്കാം. അപ്പൊ നിങ്ങൾ എങ്ങനെയാ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓരോരുത്തരായിട്ട് പറഞ്ഞാൽ മതി, ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കാം. ഓക്കെ പ്രിയ മോൾ എങ്ങനെയാ അറിഞ്ഞേ? ഞാൻ ഫേസ്ബുക്കിൽ ഇതിനെ കുറിച്ച് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളുടെ വാർഡ് മെമ്പർ ഗ്രൂപ്പിലിട്ട് ഇതിനെ കുറിച്ച്. അപ്പോൾ സ്മാർട്ട് ശ്രീയുടെ അപ്പൊ അതിലാണ് ഞാൻ ഗൂഗിൾ വഴി ഫോം സബ്മിറ്റ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. ആശാവർക്കർ വഴി അറിഞ്ഞതാ. ആശാവർക്കർ വഴി. ഓക്കേടാ. ഓഫ് ആയിക്കോട്ടാ. ഓക്കെ. ബാക്കിയുള്ളവരോ? എന്റെ വാർഡ് മെമ്പർ ഗ്രൂപ്പിൽ ഇടുകയാണ് ചെയ്തത്, അങ്ങനെ അറിഞ്ഞത്. ആണോ? ഫ്രണ്ട്സ് ആരെങ്കിലും പഠിക്കുന്നുണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ട്. റിസ്വാന. ഏത് ബാച്ചാന്നറിയോടാ? അറിഞ്ഞൂടാ. എന്റെ ക്ലിയർ ആവുള്ളാടാ. മയിൽ തോന്നുന്നു സ്ഥലം. ഓക്കെ. ആയിട്ട് പോകുന്നുണ്ട്. ആണോ? ഇപ്പൊ ലാസ്റ്റ് എക്സാം നടക്കുന്നുണ്ട്, അങ്ങനെ എന്താ എന്നോട് പറഞ്ഞത്. അവര് വഴി അറിഞ്ഞതാണ്, അവരുടെ ഹസ്ബൻഡ് വഴി അറിഞ്ഞതാണ് ഞാൻ. ഓക്കെ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒക്ടോബർ നവംബർ ബാച്ചിലാണ്. ഹർഷ എന്നാണ് പേര്. ഹർഷ. അവര് പറഞ്ഞിട്ട് അറിഞ്ഞതാണ്. പിന്നെ അപ്പോത്തിന് കഴിഞ്ഞ വർഷമാണ് അതറിഞ്ഞത്. പിന്നെ വാർഡ് മെമ്പറുമായി പറഞ്ഞിട്ട് അങ്ങനെ ജോയിൻ ചെയ്തതാണ്. ഞാനൊരു ഫ്രണ്ട് വഴിയാണ് അറിഞ്ഞത് കോഴ്സിനെ പറ്റി. പിന്നെ കൂടുതൽ എനിക്കത് ഇഷ്ടമായി. അപ്പൊ ഈ കോഴ്സ് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ ജോയിൻ ചെയ്തതാണ്. അപ്പൊ നമ്മളിൽ ഒരുപാട് ആൾക്കാരും ഈ ഒരു കോഴ്സ് ഇഷ്ടപ്പെട്ട് തന്നെ, നിങ്ങളിൽ ഒരുപാട് ആൾക്കാരും ഈ ഒരു കോഴ്സ് ഇഷ്ടപ്പെട്ട് തന്നെ ജോയിൻ ചെയ്തത്. അപ്പോ നമ്മൾ ഈ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 3 മൊഡ്യൂളായിട്ടാണ്. ഡിപ്ലോമക്കാര് മാത്രമാണ്, പി ജിക്കാരുണ്ടോ? പി ജി ഉണ്ട്. പി ജി ഉണ്ട്. ഓക്കെ. പി ജിക്ക് 5 മൊഡ്യൂളും ഡിപ്ലോമയ്ക്ക് 3 മൊഡ്യൂളുമാണ് നമുക്ക് മോണ്ടിസോറിയിൽ വരുന്നത്. മോണ്ടിസോറി ഡിപ്ലോമ എന്ന് പറയുമ്പോൾ 3 മൊഡ്യൂളാണ് കവർ ചെയ്യുന്നത്. ഈ 3 മൊഡ്യൂളില് ഫസ്റ്റ് മൊഡ്യൂള് 4 പാർട്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഓക്കെ. ഞാൻ പറയുന്നത് മ്യൂട്ട് ചെയ്തിടാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോ നമ്മള് ഫസ്റ്റ് മൊഡ്യൂളിനെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ഭയങ്കര സിമ്പിൾ ആണ്. ദെൻ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി. തേർഡ് പാർട്ട് ആണ് നമ്മളുടെ മോണ്ടിസോറി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്, മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്. ആൻഡ് ഫോർത്ത് മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ്. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്.
ഇംഗ്ലീഷിൽ ഫുൾ നമ്മളിപ്പോ നിങ്ങൾ അത്ര പെർഫെക്റ്റ് ഒന്നല്ല ഇംഗ്ലീഷിൽ, നമുക്കറിയാം. SSLC കഴിഞ്ഞ കുട്ടികളുണ്ട്, +2 കഴിഞ്ഞ കുട്ടികളുണ്ട്, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷ് കുറച്ചും കൂടി എന്താക്കാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി നല്ല എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് പോർഷൻ പോകുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഡെവലപ്പ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. ദെൻ നമുക്ക് തേർഡ് മൊഡ്യൂൾ വരുന്നത് പ്രാക്ടിക്കൽസ് ആണ്. നമുക്ക് മോണ്ടിസോറി എന്ന് പറയുന്നത് തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, പ്രാക്ടിക്കൽ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതേപോലെ പ്രാക്ടിക്കൽ കുറേ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മളിപ്പോ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് ലെക്ചർ ക്ലാസ് അല്ല. ഇവിടെ നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് ടാറ്റിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കുട്ടികളെ എന്ത് ചെയ്യുന്നത്, ടീച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചും കൂടി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒത്തിരി ടാറ്റിക്സുകൾ ഉണ്ട്. അപ്പൊ അതെല്ലാം ക്ലാസ്സിൽ തന്നെ കാണിച്ചു തരാനായിട്ട് മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊക്കെ കൂടി ലേൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവും. ദെൻ PGക്കാർക്ക് 2 മൊഡ്യൂളും കൂടി ഉണ്ട്, 4th 5th. അപ്പൊ PGയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും. നമ്മളിപ്പോ ഡിപ്ലോമ നോർമൽ ആയിട്ട് ഡിപ്ലോമ പോകും. ഡിപ്ലോമയുടെ ക്ലാസ് കഴിയാറാവുമ്പോഴേക്കും നിങ്ങൾ PGയുടെ ബാച്ചിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഡിപ്ലോമക്കാരെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു അതേപോലെ തന്നെ നിങ്ങൾ കോമൺ ആയിട്ട് അവർക്ക് ചെയ്യുന്ന അതേ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ ചെയ്യണം. സെയിം എക്സാം ഒക്കെ തന്നെ ആയിരിക്കും. PGക്ക് എക്സ്ട്രാ 2 പേപ്പറും കൂടി പഠിക്കാനുണ്ടെന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, മാക്സിമം മലയാളത്തിൽ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോ ലാംഗ്വേജിന് എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജിന് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നതാണ്, അല്ലെങ്കിൽ എക്കോന്റെ പ്രശ്നമുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലാസ്സിൽ ഇൻഫോം ചെയ്യാം. നിങ്ങൾ അത് വേണ്ട മെഷേഴ്സ് എടുത്തോളാം. നെക്സ്റ്റ് മെഷേഴ്സ് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ എടുത്തോളാം. ഓക്കെ ഓക്കെ ഞാനിപ്പോ 10th മൊഡ്യൂളാണ്. ഫസ്റ്റ് ക്ലാസ് ഫുള്ളായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ഒന്നും ചെയ്യില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ 10 മൊഡ്യൂളൊക്കെ ഒന്ന് പ്രസന്റ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് മാത്രമേ ചെയ്യുള്ളൂ. നോക്കാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് മൊഡ്യൂൾ 1 ആണ്. ഓക്കെ, മൊഡ്യൂൾ 1 ആണ്. പ്രസന്റേഷൻ നമ്മുടെ സ്ക്രീനിൽ ഇമേജ് ഇപ്പൊ പ്രസന്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് മൊഡ്യൂൾ മൊഡ്യൂൾ 1 മോണ്ടിസോറി മൊഡ്യൂൾ 1 ഇൻഡെക്സ് ആണ്. പാർട്ട് ആൻഡ് യൂണിറ്റ്സ് ആണ് അതിരിക്കുന്നത്. അതിൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണ് നമ്മുടെ ഹെഡിങ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് പാർട്ട് ആണിത്. ഫസ്റ്റ് പാർട്ടിൽ 8 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഈ 8 യൂണിറ്റ്സില് നമ്മളിപ്പോ 3 ടീച്ചേഴ്സ് ആണ് മോണ്ടിസോറി സിലബസ് കവർ ചെയ്യാനുള്ളത്. 3 ടീച്ചേഴ്സും ഷെയർ ചെയ്തായിരിക്കും എടുക്കുന്നത് പോർഷൻസ്. അപ്പൊ 3 ടീച്ചേഴ്സിന്റെ നോട്ട് വേണം. നെക്സ്റ്റ് 4ാമത്തെ ടീച്ചർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിന്റെ ടീച്ചർ ആയിരിക്കും. അത് സെപ്പറേറ്റ് ആയിട്ട് നോട്ട് വേണം. ഇപ്പൊ എന്റെ ക്ലാസ് ആണെങ്കിൽ ഇപ്പൊ എനിക്ക് വേണ്ടി നോട്ട് എടുക്കുകയാണെങ്കിൽ അപ്പുറത്തെ ടീച്ചർ എന്റെ പേര് എഴുതാം, ഞാൻ ചാപ്റ്റർ എഴുതാം, എന്നിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ടെസ്റ്റ് അവൈലബിൾ ആണോ? കിട്ടിയോ ടെസ്റ്റ്? ഇല്ല, അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് കിട്ടും. അപ്പൊ അത് നോക്കാം. ടെസ്റ്റ് ഏറ്റവും നല്ലതാണ്. കാരണം നമ്മൾ ഈ ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാലും നമ്മുടെ കയ്യില് സർട്ടിഫിക്കറ്റ് മാത്രമല്ല, നമ്മളിപ്പോ ചെയ്ത ടെസ്റ്റും അതേപോലെ നമ്മുടെ ലെക്ചർ നോട്ട്സും അതേപോലെ നമ്മുടെ റെക്കോർഡുകളും നമ്മൾ പ്രിപ്പയർ ചെയ്ത മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ എന്താണ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. നമ്മള് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ടെസ്റ്റ് ഒക്കെ ഒന്ന് റീഡ് ചെയ്തിട്ട് നമുക്ക് പോകാനൊക്കെ പറ്റും. അപ്പൊ നമ്മളിതെല്ലാം നമ്മളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കാം. ഓക്കെ, ഞാൻ എടുക്കുന്ന ചാപ്റ്റർ യൂണിറ്റ് 4 ആണ്. ഫസ്റ്റ് മൊഡ്യൂളൊക്കെ അശ്വതി ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറാണ് എടുക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റ്സ് ഞാൻ എടുക്കുന്നത് യൂണിറ്റ്സിന്റെ പേര് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്നാണ്. ഓക്കെ, ഞാൻ ആ ഇമേജ് സ്ക്രീനിലിടാം. പേജ് നമ്പർ 16 ആണ് കേട്ടോ. നിങ്ങൾ ടെസ്റ്റിലാണെങ്കിൽ പേജ് നമ്പർ 16 ആണ്. ആദ്യം ഒരാഴ്ച നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ക്ലാസ്സും ചാപ്റ്റേഴ്സ് ഒക്കെ തമ്മിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ അത് നോർമൽ ആയിട്ട് മാറും കേട്ടോ.
എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് വന്നതിന്റെ ടെൻഷനൊക്കെ കാരണം നിങ്ങൾക്ക് ആദ്യം ഒരു ഡൗട്ടും ക്ലാരിഫിക്കേഷനും പ്രശ്നം ഉണ്ടാവും. ദെൻ നമ്മൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത് 1 വീക്ക് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ആയിട്ട് തുടങ്ങും, കുറച്ചുകൂടി ക്ലാരിറ്റി വന്നു തുടങ്ങും. നിങ്ങളുടെ ക്ലാസ്സിന്റെ ഒരു ഓർഡറിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. ഞാൻ എടുക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് 4 കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസുകളാണ്. ഓക്കെ, നമുക്കറിയാം കുട്ടികൾക്കാണ് എപ്പോഴും അസുഖങ്ങള്. നിങ്ങളുടെ ഭൂരിഭാഗം ആൾക്കാരും അമ്മമാരായിരിക്കും. അപ്പോ അറിയാൻ പറ്റും കുഞ്ഞു കുട്ടികളുടെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അസുഖമാർക്കാ വരുന്നത്, കുട്ടികൾക്കാണ് വരുന്നത്. വീട്ടായിട്ട് എപ്പോഴും എന്തായിരിക്കും, അവർക്ക് അസുഖങ്ങളായിരിക്കും എപ്പോഴും ഉണ്ടാവും. അപ്പോ കോമൺ ആയിട്ട് നമ്മുടെ കുട്ടികളിൽ ചെറുപ്പത്തിൽ അസുഖം വരാനുള്ള കാരണം മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ ഇമ്മ്യൂണിറ്റി പവർ കുറവാണ് അല്ലെ. അവർക്ക് ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ് കുറവാണ്, പ്രതിരോധ ശേഷി കുറവായിരുന്നു. അതുകൊണ്ടാണ് കുട്ടികളെയാണ് അസുഖം വന്നാലും ആദ്യം അഫക്ട് ചെയ്യുന്ന ആൾക്കായിരിക്കും കുട്ടികളെയായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ക്രിട്ടിക്കൽ ആക്കുന്നത് കുട്ടികളായിരിക്കും. അത് എന്തുകൊണ്ടാണ്? ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി കുറവുകൊണ്ടാണ് അവർക്ക് എന്ത് വരുന്നത്, അസുഖങ്ങൾ വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. കറക്റ്റ് ആയിട്ട് പോഷകാഹാരങ്ങൾ കൊടുക്കണം, ന്യൂട്രീഷൻസ് കൊടുക്കണം. അപ്പോ നിങ്ങൾ യൂണിറ്റ് 3 ഫുഡ് ആൻഡ് ന്യൂട്രീഷനിൽ എന്തൊക്കെ ന്യൂട്രീഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ യൂണിറ്റ് 3 നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോ നല്ല പ്രോട്ടീനും അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡുകളൊക്കെ തന്നെ കുട്ടികൾക്ക് കൊടുക്കണം. ഓക്കെ, നമുക്ക് അറിയാം നമ്മുടെ ചുറ്റുപാട് നമ്മുടെ പ്രകൃതിയിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം കൊറോണയൊക്കെ വന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് പോകാൻ തന്നെ പേടിയായിരുന്നു അല്ലേ. പുറത്ത് വായു ശ്വസിക്കാനോ ഒക്കെ ഭയങ്കര പേടിയായിരുന്നു നമുക്ക് ആ സമയത്ത്. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. അപ്പോ നമ്മളെക്കാളും കൂടുതൽ പ്രകൃതിയിലൂടെ ഇടപെടുന്നത് ആരാണ്? കുട്ടികളാണ്. വെക്കേഷൻ ആണല്ലോ എല്ലാവർക്കും അല്ലെ. കുട്ടികൾ എന്താ ചെയ്യാ, നമ്മളെപ്പോലെ വീട്ടിനകത്തൊന്നും ഇരിക്കില്ല. പക്ഷെ എന്തെങ്കിലും കുട്ടികള് പുറത്ത് പോകും, അവരുടെ പ്രായക്കാരോടൊപ്പം കളിക്കും, അവര് നല്ലൊരു രീതിയിൽ എൻജോയ് ചെയ്യും. അപ്പോ എൻജോയ് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാൻ പാടില്ല, കാരണം എൻജോയ് ചെയ്യണം. അവർക്ക് അവരുടേതായ ഏജിനനുസരിച്ചുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർ നമ്മൾ കളിക്കാനൊക്കെ വരും. പക്ഷെ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടുമ്പോഴോ അതേപോലെ തന്നെ അത് കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവരോട് പറയണം. നിങ്ങൾ പുറത്ത് കളിക്കാൻ പോവാണെങ്കിൽ ചെളിവെള്ളം അതേപോലെ തന്നെ മലിനമായിട്ടുള്ള വെള്ളത്തിലൊന്ന് പോയി കളിക്കരുത്. അതേപോലെ നമ്മൾ പുറത്ത് പോയി വന്നതിന് ശേഷം കൈയൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. കാരണം മണ്ണിലൊക്കെ കളിച്ചിട്ടാണ് വരുന്നത്. അവർ കൈയൊന്ന് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം. ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ കയ്യിലുള്ള അണുക്കളൊക്കെ എന്തെങ്കിലും അതൊക്കെ ഇത് പോകാനുള്ള ചാൻസ്. സോ കുട്ടികളോട് പറയാം നല്ല രീതിയിൽ കൈയൊക്കെ വാഷ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് അത്രയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം എന്ന് പറയണം. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണ്. ജസ്റ്റ് ഞാൻ റീഡ് ചെയ്യും, then meaning പറയും. ഓക്കെ, children get various kinds of disease due to absence of immunity. കുട്ടികൾക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്? ഇമ്മ്യൂണിറ്റി കുറവുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ടാണ് കുട്ടികൾക്ക് എന്ത് വരുന്നത്, ഇതേപോലെ ഡിസീസുകൾ വരുന്നത്. ഓക്കെ, അപ്പോ ഇമ്മ്യൂണിറ്റി പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ അസുഖങ്ങൾ കുട്ടികൾക്ക് കോമൺ ആയിട്ട് വരുന്നത്. ആസ് ചിൽഡ്രൻ are exposed to surroundings and the childhood is the period of continuous changes, they are likely to suffer from disease because of harmful force in environment. ഈ കുട്ടിക്കാലത്താണ് കുട്ടികൾക്ക് അസുഖം വന്നൊന്നും നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. കാരണം ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ആ പീരീഡ് ഓഫ് എന്താ പറയുക ചേഞ്ചസും കണ്ടിന്യൂസ് ചേഞ്ചസ് ആണ്. അവർക്ക് അവരുടെ ഏജ് അനുസരിച്ച് ഒത്തിരി മാറ്റങ്ങൾ അവരുടെ ശരീരത്തിൽ വരുന്നുണ്ട്. അപ്പോ ആ ഒരു പീരീഡില് ഈ കുട്ടികൾ ഒരുപാട് അസുഖങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്. അപ്പോ മെയിൻ ആയിട്ടുള്ള കാരണം നമ്മളെക്കാളും കൂടുതൽ പ്രകൃതിയോട് ഇടപെടുന്ന ആരാണ്? കുട്ടികളാണ്. നമ്മളിപ്പോഴും ചെരുപ്പിടാണ്ട് പുറത്തൊന്നും ഇറങ്ങില്ല, പക്ഷെ അവർക്ക് ആ ശ്രദ്ധയൊന്നും ഇല്ലാതെ ചെരുപ്പിടാണ്ട് മണ്ണിലൂടെയൊക്കെ നടക്കും. അപ്പൊ കാലിനൊക്കെ ചെറിയ മുറിവുണ്ടെങ്കിൽ അതിലേക്ക് ഈ ചേർസ് ഒക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ അവർക്കായിരിക്കും പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരുന്നത്. A wide variety of microorganisms like bacteria, etc. exist in our environment. നമുക്ക് നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. നമ്മുടെ എൻവിയോൺമെന്റിൽ നമ്മുടെ കണ്ണിൽ പോലും കാണാത്ത അത്രയും സൂക്ഷ്മമായ ജീവികളുണ്ട്. ഈ
ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഒക്കെ പോലെ. അപ്പൊ അതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ദേ ആർ ത്രെറ്റ് ടു ഹ്യൂമൻ ഹെൽത്ത്. നമ്മളുടെ ഹെൽത്തിന്, നമ്മുടെ ആരോഗ്യത്തിന് എന്താണ് ഭീഷണിയാണ് ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഭീഷണിയാണ്. ഡിസീസ് may be caused by germs, parasites and poison. Disease are mainly two types. നമുക്ക് ഈ പറഞ്ഞ പാരസൈറ്റ്സും ജേംസും ഒക്കെയാണ് നമുക്ക് അസുഖങ്ങൾ വരുത്തുന്നത്. അപ്പോ ഈ രണ്ട് നമുക്ക് ഡിസീസുകളെ രണ്ടായിട്ട് നമ്മൾ തിരിക്കാണ്. കൺടാജിയസ് ആൻഡ് ഇൻഫെക്ഷൻ. പകർച്ചവ്യാധി നമ്മൾ പറയില്ലേ, പകർച്ചവ്യാധി, അതേപോലെ തന്നെ ഇൻഫെക്ഷൻ ഡിസീസും. പകർച്ചവ്യാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ് കണ്ടേജിയസ് ഡിസീസ് എന്ന് പറയുന്നത്. സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ത്രൂ കോൺടാക്ട്. ഓക്കെ, നിങ്ങളത് മാർക്ക് ചെയ്യണം. വൺ പേഴ്സൺ ടു അനദർ ത്രൂ കോൺടാക്ട്. എത്ര ടൈപ്പ് ഡിസീസ്, ഓക്കെ, എത്ര ടൈപ്പ് ഡിസീസ് ഉണ്ടെന്നും മാർക്ക് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം കൊറോണ എന്നൊക്കെ പറയുന്ന അസുഖങ്ങള് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പ് അസുഖങ്ങളായിരുന്നു അല്ലെ. ആ ജെംസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഓർമ്മയില്ലേ, കൊറോണയൊക്കെ വന്ന ആൾക്കാരുണ്ടാവില്ല ഇവിടെ? ആർക്കും വന്നിട്ടില്ല? ഓക്കെ, അപ്പോ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ജേംസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ജേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ട്രോങ് ആണ്. സോ നമ്മളെ നേരിട്ട് അഫക്ട് ചെയ്യും ഈ ജേംസ്. ദ ജേംസ് ഓഫ് ദി ഡിസീസ് ആർ വെരി സ്ട്രോങ്. ഈ ഡിസീസിന്റെ ജേംസ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. ദേ സ്പ്രെഡ് ഈസിലി ആൻഡ് ക്രിട്ടിക്കലി. പെട്ടെന്ന് സ്പ്രെഡ് ആകും. എയറിലൂടെ ഒക്കെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും ഈ ഡിസീസ്. ഒരാൾ ചുമക്കുമ്പോൾ ഒരാൾക്ക് അസുഖം ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന കുട്ടിക്കും കൂടി അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഇപ്പോ എന്തെങ്കിലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖം ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിലെ മറ്റു കുട്ടികൾക്കും ആ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് കൺടാജിയസ് ഡിസീസ്. ഇനി ഇൻഫെക്ഷൻ ഡിസീസ് ഉണ്ട്. ഇൻഫെക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫുഡ്, വാട്ടർ, എയർ മൂലമൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളെയാണ് ഇൻഫെക്ഷൻ ഡിസീസ് എന്ന് പറയുന്നത്. ദ മീഡിയം ഓഫ് ഇൻഫെക്ഷൻ ഡിസീസ് ഈസ് ഫുഡ്, എയർ, വാട്ടർ എക്സെട്ര. Infection disease spread through the following method. താഴെ പറയുന്ന മെത്തേഡുകൾ വഴി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഐറ്റംസ്, എയർ, animals and other creatures, drink like water, ice, sorbet, dirty hands and feet. എന്താണെന്ന് ഞാൻ പറയാം. ഒത്തിരി പഴകിയ ഫുഡൊക്കെ കഴിക്കുന്നത് മൂലം കുട്ടികൾക്ക് അസുഖങ്ങൾ വരും. അല്ലെങ്കിൽ ഈച്ചയില്ലേ, ഇപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലമാണല്ലോ. അപ്പോ മിക്ക വീട്ടിലും ഉള്ളൊരു വിരുന്നുകാരനാണ് ആര്? ഈ ഫ്ലൈസ് എന്ന് പറയുന്നത്, ഈച്ചകൾ എന്ന് പറയുന്നത്. ഈ ഈച്ച അത്ര നിസ്സാരക്കാരനൊന്നല്ല. ഈ ഈച്ച മുഖേനയും ഒരുപാട് അസുഖങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈച്ച വന്നിരിക്കുന്ന ഫുഡ് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പാടില്ല. കാരണം ആ ഫുഡ് കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഡിസീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ അങ്ങനെ ഫുഡ് ഐറ്റംസ് വഴി നമുക്ക് കുട്ടികൾക്ക് എന്ത് വരും, അസുഖങ്ങൾ വരും. എയർ, നമുക്കറിയാം കൊറോണ സമയത്ത് നമ്മൾ പേടിച്ചിരുന്ന മെയിൻ ആയിട്ടുള്ള ആളാരായിരുന്നു? എയറിനെ ആയിരുന്നു. കാരണം എയർ മുഖേന അസുഖം സ്പ്രെഡ് ആകും. അതുകൊണ്ട് കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും പൊടിപടങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മാസ്ക് യൂസ് ചെയ്യുക, ഓർ കർച്ചീഫ് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് കുട്ടികളെ ചെറുപ്പത്തിലെ എന്ത് ചെയ്യാം, ട്രെയിൻ ചെയ്യാം. മക്കളോട് പറയാം, പൊടി ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ കർച്ചീഫ് നിങ്ങൾ എന്ത് ചെയ്യണം, മൂക്കുമായി കർച്ചീഫ് വെച്ച് കവർ ചെയ്യണം, ഓർ മാസ്ക് യൂസ് ചെയ്യണം എന്ന് പറയാം. നമുക്കത് പറ്റും. കാരണം നമ്മളും 2-3 വർഷം മാസ്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ നമ്മളിപ്പോ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് യൂസ് ചെയ്യാം. ഇനി നമ്മുടെ ക്ലാസ്സിൽ ആർക്കെങ്കിലും ഇതേപോലെ കഫോ കോൾഡോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടീനോട് ആ കുട്ടീനെ മാത്രം ആ ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്ത് മറ്റു കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. നമ്മൾ ടീച്ചേഴ്സ് ആണല്ലോ, നിങ്ങൾ ഓരോരുത്തരും ഒരു ടീച്ചേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും പോലെ ട്രീറ്റ് ചെയ്യണം. അതുകൊണ്ട് എന്ത് ചെയ്യാം, ആ കുട്ടീനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റാം. അസുഖമുള്ള കുട്ടീനെ ഐസൊലേറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്വം നമുക്കാണ്. നമുക്കറിയാം അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ്, മോസ്കിറ്റോസ്, അതുപോലെ ഫ്ലൈസ്, റാറ്റ്, പിന്നെ പെറ്റ് ഡോഗ്സ്, ഫാം അനിമൽസ്, നമ്മുടെ വളർത്തുനായ, അങ്ങനെ ബേർഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്,
പല പല അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ചിക്കൻ ഗുനിയ, മലേറിയ, പിന്നെ എന്താണ് നമ്മുടെ ഈ ഒരുപാട് അസുഖങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലേഗ്, ഇതെല്ലാം അനിമൽസും അതർ ക്രീച്ചേഴ്സും ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുട്ടികള് ചിലപ്പോ എന്താ പറയുക പെറ്റ്സ് അനിമൽസ് ആയതുകൊണ്ട് തന്നെ ഇവരെ കളിപ്പിക്കാനും എടുക്കാനൊക്കെ അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. പക്ഷെ അവരതൊക്കെ എടുത്തതിന് ശേഷം നല്ല രീതിയിൽ അവരെ ഹാൻഡിൽ ചെയ്യാം, നല്ല രീതിയിൽ വാഷ് ചെയ്യാം. അതേപോലെ ഫ്ലൈസ്, ഈച്ച വന്നിരിക്കുന്ന ഭക്ഷണങ്ങളൊന്നും കുട്ടികളെ കൊടുക്കരുത്. മോസ്കിറ്റോ ബീറ്റ്സ്, നമുക്കറിയാം കൊതുക് കുട്ടികളെ കഴിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാം. വീട്ടില് എലികൾ ഉണ്ടെങ്കിൽ അത് മാക്സിമം എന്ത് ചെയ്യാം, നശിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലിയൊക്കെ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ഒരു അസുഖത്തിന്റെ പേര് ചോദിക്കാം. ഫ്രഞ്ച് ഫീവർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, ഞാനത് ഇവിടെ മാർക്ക് ചെയ്യാം. ഫ്രഞ്ച് ഫീവർ നോക്കട്ടോ, കേട്ടിട്ടുണ്ടായിരുന്നല്ലോ? ഓക്കെ, നമ്മുടെ ശരീരത്തിലുള്ള ഒരു ജീവി പരത്തുന്ന ഒരു അസുഖമാണ് ഫ്രഞ്ച് ഫീവർ എന്ന് പറയുന്നത്. ഓക്കെ, ആർക്കും അറിഞ്ഞൂടാ? കേട്ടിട്ടുണ്ട്, പക്ഷെങ്കിൽ പെട്ടെന്ന് ചോദിച്ചാൽ ഒരു ഓർമ്മ കിട്ടുന്നില്ല. ഓക്കേടാ, ഞാൻ പറയാം. ആ ജീവിനെ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കും. ഇതാണ് ജീവി. തേനാണ് മിസ്. തേനാണ്. ഓക്കെ, നമ്മൾ നിസ്സാരം എന്ന് വിചാരിക്കുന്ന ഒരു ജീവിയാണ് എന്താ ഫ്രഞ്ച് ഫീവർ സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ? അതെ അതെ. അപ്പോ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, കുട്ടികളാണല്ലോ, കുട്ടികളുടെ തലയില് അതിന്റെ ശല്യം ഉണ്ടാവും, നോർമലി ഉള്ളതാണ്. പക്ഷെ നമ്മൾ മാക്സിമം അത് ഒത്തിരി ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്റെ എക്സ്പീരിയൻസ് ഒരു കുട്ടിക്ക് ഇതേപോലെ ഉണ്ടായിരുന്നു. ഫ്രഞ്ച് ഫീവർ എന്നല്ല, ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ പോലെ വന്നു. ആളുടെ നമ്മുടെ കഴുത്തിന്റെ ഒക്കെ അവിടെ ഭയങ്കരമായിട്ട്, കുട്ടികൾ ആരും വന്ന് ആ കുട്ടിയുടെ അടുത്ത് ഇരിക്കില്ല. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കാത്തേ ചോദിച്ചു. അപ്പൊ അവരാണ് പറഞ്ഞത് അവളുടെ അടുത്തിരിക്കുന്ന ആർക്കും താല്പര്യമില്ല, കുട്ടിയുടെ അടുത്തിരിക്കാൻ ഭയങ്കര അവോയ്ഡിങ് ആണ്. ഞാൻ പറഞ്ഞു ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സോൾവ് ചെയ്യാൻ വിചാരിച്ച് ചോദിച്ചത്. അപ്പൊ കുട്ടികൾ കോമൺ ആയിട്ട് പറഞ്ഞ കാര്യം അവരുടെ തലയിൽ നിറച്ച് ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കാത്തതെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചു നോർമൽ അല്ലേ, സാധാരണ എല്ലാ കുട്ടികളുടെയും തലയിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴേക്കും ഞാൻ ആളെ വിളിച്ച് ചോദിച്ചു. പക്ഷെ എനിക്കും അതന്നെ ഫീൽ ചെയ്തേ. പക്ഷെ പിന്നെ എനിക്ക് കണ്ടൊരു സിംറ്റം എന്ന് വെച്ചാൽ കഴുത്തിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, കഴുത്തിന്റെ ഇവിടേക്കൊക്കെ ചുമന്ന കളറിൽ കുട്ടികൾ പോലെ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടല്ലോ. ആൾക്ക് തന്നെ പറ്റില്ല, തല നിറച്ചുണ്ട്. പക്ഷെ എന്നാലും ഇവിടേക്ക് ഫുള്ള് ഇൻഫെക്ഷൻ വന്നിരിക്കുക, ചെവിയുടെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോ ചെറിയ കുട്ടിയാണ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോ അത്യാവശ്യം മുടിയും ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ അമ്മനെ അറിയാം, അമ്മയോട് പറഞ്ഞു തലയിൽ നിറച്ച് ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ ആള് ചെറുതാണ്, അത് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് കളയാലോ. ഡോക്ടറിനെ കഴിഞ്ഞാൽ അത്രയുണ്ട്, ഒന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഫുള്ളും ഇതാണ് അവസ്ഥ. ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു ഇപ്പൊ കോംപ്ലിക്കേഷനിലേക്ക് എത്തിയിട്ടില്ല, പക്ഷെ ഇത് കൂടുതലായി കഴിഞ്ഞാൽ കുട്ടിയുടെ ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ ബാധിക്കും. അപ്പൊ മാക്സിമം എന്ത് ചെയ്യാം, മുടി കളയാനായിട്ട് നോക്കുക. ഫുള്ളായിട്ട് കളയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്നൊന്നും കഴിക്കേണ്ട സമയം ഒരുപാട് കഴിഞ്ഞു പോയി. പക്ഷെ മുടി മൊത്തമായിട്ട് കളയേണ്ട വരും. 2ാം ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത്, പെൺകൊച്ചാണ്. ഇത് കൂടി മൊത്തമായിട്ട് കളഞ്ഞു. എന്നിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അത് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ കഴുത്ത് മൊത്തം ഇൻഫെക്ഷൻ ആണ്. കാരണം മുടി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. ഫുള്ളും കളഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ ഇൻഫെക്ഷന്റെ അവസ്ഥ നമ്മൾ അറിയുന്നത്. പിന്നെ ക്രീമൊക്കെ വരട്ടി മെഡിസിൻ ആന്റിബയോട്ടിക് ഒക്കെ എടുക്കേണ്ടതെന്നോ, ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ആന്റിബയോട്ടിക് എടുത്തു. നമ്മൾ വിചാരിക്കും നിസ്സാര അസുഖമാണ്, ഇതുവരെയും നമ്മൾ സാധാരണ ഇരുന്നോട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലല്ലേ വിടാം. പക്ഷേ ഭയങ്കര കോംപ്ലിക്കേഷനിലേക്ക് വരും.
അപ്പോ അങ്ങനെ ട്രീറ്റ്മെന്റ് തരുന്ന ആൾക്ക് ഇപ്പൊ നോർമലാണ്, ഇപ്പൊ വരുന്ന മുടിക്ക് കുഴപ്പമില്ല, ഇത് വലുതായിട്ടുണ്ട്, പക്ഷെ നോർമലാണ് ആൾക്ക്. അപ്പൊ അങ്ങനെ നമ്മള് നിസ്സാരം എന്നും പറഞ്ഞു വിടുന്ന ജീവികൾ പോലും നമുക്ക് കുട്ടികൾക്ക് പല പല അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാനുള്ള കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മൾ പുറത്തൊക്കെ കുട്ടികളെ കൊണ്ട് പോകുന്നില്ലേ, അപ്പൊ അവരെന്ത് പറയും? സർബത്ത് വേണം, ഐസ് വേണം, വെള്ളം വേണം എന്നൊക്കെ പറയില്ലേ? ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? ഉണ്ട്. വാങ്ങിച്ചു കൊടുക്കരുത് കേട്ടോ. കാരണം എന്താണെന്നറിയാവോ? ഇപ്പൊ നമ്മള് കാണുമ്പോ അതില് പറയാൻ എന്താണ്? ഓക്കെ, അപ്പൊ വാങ്ങിച്ചു കൊടുക്കരുത്. കാരണം നമ്മൾ കാണുമ്പോ ഇപ്പൊ സോഡ അങ്ങനെയൊക്കെ മിക്സ് ചെയ്താണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര കെയർ ചെയ്തിട്ട് കുട്ടികൾക്ക് ഫുഡ് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഐസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഐസ് ഒക്കെ എന്താ പറയാ, ശുദ്ധജലം കൊണ്ട് തന്നെയാണോ പ്രിപ്പയർ ചെയ്തത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോ ഈ കോളറ പോലത്തെ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പുറത്തുനിന്ന് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതേപോലെ സോർബറ്റ് ഒക്കെ ഉണ്ടല്ലോ, സോർബറ്റ് എന്ന് പറഞ്ഞാൽ സർബത്താണ്. ഈ സർബത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സോഡയാണ് നല്ലതാണെന്നൊക്കെ വിചാരിക്കും, പക്ഷെ സർബത്ത് പ്രിപ്പയർ ചെയ്ത വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ അതും നമ്മുടെ കുട്ടികളുടെ ഹെൽത്തിന് പ്രശ്നമാണ്. അപ്പൊ മാക്സിമം പുറത്തേക്കൊക്കെ കൊണ്ടുപോകുമ്പോ എന്ത് ചെയ്യാം, നമ്മൾ വീട്ടിൽ ഒരു ബോട്ടിൽ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ അവർക്ക് നമ്മൾ മാക്സിമം നമ്മുടെ കുട്ടികൾക്ക് ഒരു അസുഖം വരുത്താതിരിക്കാൻ ശ്രമിക്കാം. അവർക്ക് അമ്മമാർ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ മാക്സിമം കുട്ടികൾക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. പക്ഷെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുക്കും ഇല്ലേ? ഈ പെപ്സി, സ്പ്രിന്റ്, കൊക്കക്കോളയൊക്കെ പോലത്തെ സോഫ്റ്റ് ഡ്രിങ്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, നമ്മൾ ചെയ്യാറുള്ളതാണ്. അതും വാങ്ങിച്ചു കൊടുക്കരുത്. ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതേപോലെ പാക്കറ്റിലുള്ള ലേസ് ഒക്കെ പോലത്തെ സംഭവങ്ങള് അതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ മാക്സിമം കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കാം. കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കത് ഇപ്പോഴേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അവർക്കത് എന്ത് ചെയ്യാം, ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കാം. അവർക്കത് അറിഞ്ഞൂടല്ലോ, അവരത് കഴിക്കാൻ പാടില്ല, നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത് കഴിക്കില്ല. അതേപോലെ ചോക്ലേറ്റ്സും അധികം വാങ്ങിച്ചു കൊടുക്കാതിരിക്കും. കാരണം ഒരുപാട് അസുഖങ്ങൾ കുട്ടികൾക്ക് വരുന്നുണ്ട്. ചോക്ലേറ്റും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒരുപാട് കഴിക്കുന്നത് കൊണ്ട് ഒരു ഏജ് ആകുമ്പോൾ ഒരു 20-25 ഒക്കെ ആകുമ്പോഴേക്കും അവർക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ഷുഗർ പോലെ, ഡയബറ്റിക് പോലത്തെ അസുഖങ്ങൾ വരും. മാക്സിമം നമ്മൾ എന്ത് ചെയ്യാതിരിക്കാം, അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കാം. നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാതൊക്കെ അത് ശരി. നമ്മളിപ്പോ ഒരു ഫാക്ടറിന്ന് പ്രൊഡക്റ്റ് ഫാക്ടറി ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും പൊട്ടറ്റോ ചിപ്സ് അല്ലേ ലേസ്. ശരിക്കും പറഞ്ഞാൽ പൊട്ടറ്റോ ചിപ്സ് ആണ്. നമ്മുടെ വീട്ടിൽ എത്ര പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കിയാലും അതിന് ടേസ്റ്റ് വരുന്നില്ല. അപ്പൊ അവരെന്തൊക്കെയോ അതിലെന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാക്സിമം അതൊക്കെ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാം. ഈ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യരുത്. സ്റ്റോപ്പ് ചെയ്ത് അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. നമ്മൾ പതുക്കെ പതുക്കെ അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് കൊണ്ടുവരാം. ഇതിന് ലാസ്റ്റ് അത് എന്ത് ചെയ്യാം, നിർത്താം. ഓക്കെ, ദെൻ ടേക്ക് ദി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ്. നമ്മുടെ കുട്ടികൾക്ക് അത്ര ശ്രദ്ധ ഉണ്ടാവില്ല, കൈയൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ളത് കുട്ടികൾക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. നിങ്ങൾ ഒരു പരസ്യം ഓർമ്മയുണ്ടോ? ലൈഫ് ബോയുടെ പരസ്യം. ഒരു കുട്ടി കഴുകിക്കോ എന്ന് പറഞ്ഞിട്ട് പരസ്യം പഴയതാണ്, കുറച്ച് പഴയതാണ്. ലൈഫ് ബോയുടെ പരസ്യം പറയണത് ജസ്റ്റ് 2 സെക്കൻഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഹാൻഡ് വാഷ് ആവും. പെട്ടെന്ന് ഹാൻഡ് വാഷ് സംഭവം ക്ലിയർ ആവുന്ന പറയുന്നത്. പക്ഷേ കൊറോണ ഒക്കെ വന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യാനൊക്കെ പഠിച്ചു ഇല്ലേ? നമ്മളെങ്ങനെ വാഷ് ചെയ്യാനൊക്കെ പഠിച്ചില്ലേ? അപ്പൊ ആ കുട്ടി പറഞ്ഞത് പോലെയല്ലേ വാഷ് ചെയ്യേണ്ടത്? എന്നാലല്ലേ കയ്യിലെല്ലാം അഴുക്കുകൾ പോവുക അല്ലേ? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അവരുടെ ഹാൻഡ് എങ്ങനെയാണ് ക്ലീൻ ആയിട്ട് വെക്കേണ്ടത്, അവരുടെ നെയിൽസ് എങ്ങനെയാണ് ക്ലീൻ ആയിട്ട് വെക്കേണ്ടത്. അതേപോലെ പുറത്ത് പോയി കളിക്കണം. കുട്ടികൾ കളിച്ചാലേ വളരുള്ളൂ. അപ്പൊ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ കൈ കാലൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം, വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളത് നമ്മൾ പാരന്റ്സും അതേപോലെ തന്നെ ടീച്ചേഴ്സും പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്ത് നമുക്ക് അവർ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്താൽ മാത്രമാണ് അവർക്ക് അസുഖങ്ങൾ മാക്സിമം വരാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ജസ്റ്റ് ഞാനൊന്ന് ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളൂ. ഈ ഒരു ചാപ്റ്റർ കോമൺ ചൈൽഡ് ഡിസീസ് ആണ്. കുട്ടികൾക്ക് വരുന്ന അസുഖങ്ങൾ, ചെറിയ പ്രായത്തില് ചെറിയ കുട്ടികൾക്ക് വരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല കേട്ടോ. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ വന്നിട്ട് ടീച്ചർ എന്താ ഫുള്ള് പോർഷൻ എടുക്കുകയാണോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കോമൺ ചൈൽഡ് ഡിസീസ് ആണ്
ഞാൻ ചാപ്റ്റർ വൈസ് ഓരോരുത്തർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ തരും. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. നോട്ട്സ് കാര്യങ്ങൾ നോക്കണം. പിന്നെ അസൈൻമെന്റ്സ് ഉണ്ടാവും. അസൈൻമെന്റ്സിന് മാർക്ക് ഉണ്ട്. റെക്കോർഡ് നമ്മൾ ഇവിടുന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് തരും. അപ്പൊ അത് റെക്കോർഡുകൾക്ക് മാർക്ക് ഉണ്ട്. നിങ്ങൾക്ക് അത് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് ഈ ഒരു ജേർണിയില്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ടെൻഷൻ ഒന്നും അടിക്കേണ്ട. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളോട് ചോദിച്ച് അത് ക്ലിയർ ചെയ്ത് തന്നെ പോകാം. ഓക്കെ. അപ്പൊ ഞാൻ അതേപോലെ തന്നെ നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യില്ലേ, എന്തൊരു ക്ലാസ് കഴിഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് സൈൻ ഔട്ട് പറയണം. ഓക്കെ. സൈൻ ഔട്ട് പറയണത് ക്ലാസ് ഇപ്പോ കണ്ടക്ട് ചെയ്ത ടീച്ചർക്ക് ഒരു താങ്ക് യു പറയാം. ചിലപ്പോൾ സൈൻ ഔട്ടിന്റെ ഭാഗമായിട്ട് ഒരു ആക്ഷൻ സോങ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഒരു കഥ പറയാം, ഒരു കുസൃതി ചോദ്യം പറയാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സൈൻ ഇനോ സൈൻ ഔട്ട് ചെയ്യാം. ക്ലാസ്സിലേക്ക് സൈൻ ഇനോ സൈൻ ഔട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെയാണ്? ആക്ഷൻ സോങ് ആവാം, ഒരു മോറൽ സ്റ്റോറീസ് പറയും കുട്ടികള്. മോറൽ സ്റ്റോറീസ് ഒരു 5 minutes ഉള്ള മോറൽ സ്റ്റോറീസ്. മിക്കവരും ഇംഗ്ലീഷിലാണ് പറയാറ്. മലയാളത്തിലായാലും കുഴപ്പമൊന്നുമില്ല. നമ്മള് മലയാളം കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ ഇംഗ്ലീഷിൽ കുറച്ചും കൂടി വരുത്താണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ മോറൽ സ്റ്റോറീസ് പറയാം, കഥകൾ പറയാം, അതേപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് സൈൻ ഔട്ട് ചെയ്ത് ഇഷ്ടത്തിന് എന്താ മനോഹരമാക്കാനായിട്ട് പറ്റും. ഓക്കെ. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടോ? വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? ഓക്കെ. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് തന്നെ ആഡ് ചെയ്യാം. ഇപ്പോ ക്ലാസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ആബ്സെന്റ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ച് ആ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് എടുക്കാം. അതേപോലെ തന്നെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. അപ്പോ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇന്ന് മിസ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാല് മോണ്ടിസോറി ക്ലാസ് ലൈവ് ക്ലാസ് കാണാനാണ് ഏറ്റവും നല്ലതെന്ന് എല്ലാ കുട്ടികളും പറയും. കാരണം നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഇരിക്കുന്നതും അതേപോലെ റെക്കോർഡ് ക്ലാസ് കാണുന്നതും തമ്മിൽ രണ്ടാണ് ഡിഫറൻസ് ഉണ്ട്. സോ ലൈവ് ക്ലാസ് ആണെങ്കിൽ മാക്സിമം ലൈവ് ക്ലാസ് മുടങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ഇനി മുടങ്ങുകയാണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, റെക്കോർഡ് ക്ലാസ് കാണാം. ഓക്കെ. അപ്പോൾ റെക്കോർഡ് ക്ലാസ് നിങ്ങളെ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആകും. ഇപ്പോ മിസ് ആയിട്ടുള്ള ക്ലാസ് ലെക്ചേഴ്സ് ഒക്കെ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യാം, ചോദിക്കാം എന്താണ് ക്ലാസ്സിൽ എടുത്തത്. ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ദെൻ ആ ഗ്രൂപ്പില് നെക്സ്റ്റ് ഡേ ആരാണ് സൈൻ ഇൻ പറയേണ്ടത്, ആരാണ് പ്രെയർ പറയാൻ റെഡി ആയിട്ടുള്ളത്, അതേപോലെ പിന്നെ എന്താണ് സൈൻ ഔട്ട് ആര് പറയും, ഫസ്റ്റ് ഡേ ആര് പറയും, ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ക്ലാസ് കയറുന്നതിനേക്കാളും മുമ്പ് അസൈൻ ചെയ്യാം. ഇന്ന ആളാണ് പ്രെയർ, ഇന്ന ആളാണ് സൈൻ ഇൻ, ഇന്ന ആളാണ് തുടങ്ങുന്നത്, ഇന്ന ആളാണ് സൈൻ ഔട്ട് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ ക്ലാസ്സിലേക്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം, പോർഷൻസ് എടുക്കാം. ഓക്കെ. ക്ലിയർ ആണല്ലോ? ടെക്സ്റ്റ് നോട്ട് എഴുതാനുള്ള നോട്ട്ബുക്ക് ഒരു ചെറിയ നോട്ട്ബുക്ക് എടുക്കുക. ഇതേപോലത്തെ വലിയ ബുക്ക് ആണെങ്കിൽ 2 ടീച്ചേഴ്സിന്റെ നോട്ട് ഇതിൽ തന്നെ എഴുതാൻ നോക്കുക. 3 ടീച്ചേഴ്സല്ലേ ഉള്ളൂ. മാക്സിമം 3 ടീച്ചേഴ്സിന്റെ നോട്ട് ഇതിൽ എഴുതാൻ നോക്കുക. അപ്പോ ഓരോ ടീച്ചർ എടുക്കുന്ന ടീച്ചറിന്റെ പേര് എഴുതാം, ചാപ്റ്ററിന്റെ പേര് എഴുതാം, നമുക്ക് തരുന്ന നോട്ട്സുകൾ എഴുതിയെടുക്കാം. ഓക്കെ. അസൈൻമെന്റ്സ് നമുക്ക് അസൈൻമെന്റ് നോട്ടിൽ എഴുതാം. ഒരു വലിയ നോട്ട്ബുക്ക് കിട്ടില്ലേ, കോളേജ് ബുക്കിനേക്കാളൊക്കെ വലിയ നോട്ട്ബുക്ക് കണ്ടിട്ടുണ്ടോ? അതില് അസൈൻമെന്റ്സ് എഴുതിയിട്ട് അത് അപ്ലോഡ് ചെയ്യാനുള്ളതല്ലേ. അസൈൻമെന്റ്സ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഓരോ ടീച്ചേഴ്സ് അസൈൻമെന്റ് തരുമ്പോ അവർ തരും, അത് അപ്ലോഡ് ചെയ്യണം. അപ്പൊ വലിയ നോട്ട്ബുക്ക്, വലിയ കോളേജ് ബുക്ക് പറഞ്ഞ മനസ്സിലാവും. A4 അല്ലടാ, A4നേക്കാളും വലുതിട്ടില്ലേ? A4 ആണ് തോന്നുന്നത്. A4 മതി. പിന്നെ മാം ആബ്സെന്റ് ആവണ റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ എങ്ങനെയാണ് കിട്ടണേ? ക്ലാസ് റൂമിൽ വരും. ഇന്നത്തെ ക്ലാസ് നാളെ ഒരു 2 മണിക്കുള്ളിൽ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടാവും. ഒന്നുകൂടി പറഞ്ഞ് തിരിഞ്ഞില്ലേ മാം? ഓക്കെ. ഇന്നത്തെ ക്ലാസ് നാളെ നെക്സ്റ്റ് ഡേ 2 മണിക്കുള്ളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ മാം.
ആബ്സെന്റ് ആവുകയാണെങ്കിൽ ആ ക്ലാസ് കാണാം. മാക്സിമം നമ്മൾ എന്ത് ചെയ്യാറ് ലൈവ് ക്ലാസ് വെക്കാൻ നോക്കുന്നത്. ടൈം ഉണ്ടെങ്കിൽ മാക്സിമം ലൈവ് ക്ലാസ് തന്നെ തരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ഓക്കെ മാം. ക്ലാസ് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ എല്ലാവർക്കും? മാമിന്റെ പേരൊന്നുകൂടി പറയാമോ? എന്താണ് മാമിന്റെ പേരൊന്ന് പറയാമോ? ഓക്കെ ഓക്കെ. എന്റെ പേര് അപർണ എന്നാണ്. ഓക്കെ മാം. അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.